ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവമാതൃത്വ തിരുനാളിനോട് അനുബന്ധിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമ്മളുടെ ഒരുക്ക ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമുക്ക് അല്പസമയം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മോൺഫോർട്ടിന്റെ ക്രമമനുസരിച്ച് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കോപത്തെ നിയന്ത്രിക്കുക. കോപം അതിനാൽ തന്നെ ഒരു തിന്മയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്നായിരിക്കും എൻ്റെ വ്യക്തിപരമായ ഉത്തരം. കാരണം കോപമുണ്ടാവുക എന്നുള്ളത് മനുഷ്യന് സാധാരണ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ കോപം തിന്മയ്ക്ക് കാരണമായി തീരാം. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അനേകം തിന്മകളിലേക്ക് വഴി തുറക്കുന്ന ഒരു കവാടമായി മാറുന്നത് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 26-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. കോപിക്കാം. സ്വാഭാവികമായിട്ടും മാലാഖമാരുടെ ഭാവങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ കോപമുണ്ടാകും. പക്ഷെ എന്നാൽ പാപം ചെയ്യരുത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേക പ്രശ്നം. കോപിക്കാം, പക്ഷെ പാപം ചെയ്യരുത്. ഈ കോപിക്കുമ്പോൾ മിക്കവാറും നമ്മളിൽ പാപത്തിലേക്കുള്ള ചാച്ചിലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കോപിക്കാം, പക്ഷെ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അവസാനിക്കണം. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അവസാനിക്കണം എന്ന് പറയുന്ന ഒരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രിയിലേക്ക് പോകുമ്പോൾ, ആ ദിവസത്തിന്റെ വിശ്രമത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ ചിന്തകളെ മതിക്കുന്ന അസഹ്യപ്പെടുത്തുന്നതൊന്നും നിങ്ങളിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും പിന്നീട് കടന്നു വരുന്ന ചിന്തകൾ നിങ്ങളെ ഒരുപാട് തിന്മകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് എഫെസ്യ ലേഖനത്തെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. സൂര്യാസ്തമയത്തിന് മുൻപ് ഇതെല്ലാം അവസാനിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ കോപവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനോഹരമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലാണ്. കായേന്റെയും ആബേലിന്റെയും ബലിയർപ്പണം. ആബേലിന്റെ ബലിയർപ്പണം ദൈവത്തിന് സ്വീകാര്യമായി, എന്നാൽ കായേന്റേത് സ്വീകാര്യമായില്ല. ഉടനെ അവന്റെ മുഖം വാടിയിരിക്കുന്നു, അവൻ കോപിച്ചിരിക്കുന്നു എന്ന് കണ്ട് ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. കായേൻ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായത് ചെയ്താൽ നീയും സ്വീകാര്യനാവുകയില്ലേ? എന്നിട്ട് അവനോട് പറഞ്ഞു, നാശം നിന്റെ പടിവാതിൽക്കലുണ്ട്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. കോപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് ദൈവം പറഞ്ഞത്, നാശം പടിവാതിൽക്കലുണ്ട്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. അപ്പൊ കോപത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരമാണ്, നാശം പടിവാതിൽക്കലുണ്ട്. പടിവാതിൽക്കൽ നാശം ഇരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിന്നെ പിടികൂടുവാൻ തയ്യാറായി നാശം കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി എന്താണ് കായേന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അവന്റെ പടിവാതിൽക്കൽ പതിയിരുന്ന നാശം അവനെ പിടികൂടി. കാരണം അവന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ സാധിച്ചില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. കോപിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ, കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നല്ല ബന്ധങ്ങൾ, കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നന്മയുടെ നാളുകൾ. ഇനി സൈക്കോളജിസ്റ്റുകൾ, മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, പെട്ടെന്ന് കോപിക്കുന്ന വ്യക്തി പലപ്പോഴും ഒരു ഈഗോ സെൻറ്റേഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഈഗോ ഹർട്ടാകുമ്പോഴാണ് പെട്ടെന്ന് കോപിക്കുന്നത് എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്? പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ളവരെ വല്ലാതെ അസഹ്യപ്പെടുത്തും.
നമ്മളുടെ സാന്നിധ്യം, നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, നമ്മുടെ വാക്കിൻ്റെ മൂർച്ചകൾ മറ്റുള്ളവരെ അസഹ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന, മനുഷ്യൻ പറയുന്ന വ്യർത്ഥമായ വാക്കുകൾക്ക് വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ വ്യർത്ഥമായ വാക്കുകൾ? നമ്മൾ കോപത്തോടെ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് മിക്കവാറും വ്യർത്ഥമായ വാക്കുകളായിരിക്കും. അത് ഹർട്ട് ചെയ്യുന്ന, മുറിവേൽപ്പിക്കുന്ന വാക്കുകളായിരിക്കും. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിധി ദിവസത്തിൽ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കോപത്തെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. വല്ലാതെ നമ്മളെ തന്നെ എളിമപ്പെടുത്തിയാൽ മാത്രം സാധിക്കുന്ന ഒരു നന്മയാണത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പറയാം, എളിയ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു, തൃക്കൺ പാർത്തു. ആമേൻ. നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മഗീതം ഒന്നു ചേർന്ന് ആലപിക്കാം. പരിശുദ്ധാത്മാവേ, നിറയുക നിത്യസഹായകനെ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. അണയുക പരിശുദ്ധാത്മാവേ, നിറയുക നിത്യസഹായകനെ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, സുതരേ നിറഞ്ഞ സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, സുതരേ നിറഞ്ഞ സാക്ഷികളാക്കണമേ. പന്തക്കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ, എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ, എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ, എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പരിശ്രമശീലം,
അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.